ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദുർഗയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ മഹാലക്ഷ്മിക്ക് ഇനി എങ്ങാനും അവൾ നമ്മുടെ കണ്ണൻ്റെ കുഞ്ഞിനെ ഗർഭിണിയായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവളൊരു അമ്മയാണെന്നുള്ളൊരു സംശയം നല്ല രീതിയിൽ ദുർഗേനെ അലട്ടുന്നുണ്ട്. ആ ഒരു സംശയങ്ങളൊന്നും മനസ്സിൽ വെക്കാണ്ട് നേരെ നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ദുർഗ പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മയൊക്കെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ആയിട്ടാണല്ലോ വരവ്, എന്തെങ്കിലും വിശേഷം ഉണ്ടോ? ഇനി നീ എങ്ങാനും ഒരു അമ്മയാവാൻ പോകുന്നുണ്ടോ? ഇനിയിപ്പോൾ ഞങ്ങളൊന്നും അറിയിക്കാതെയാണോ നീ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഇനിയിപ്പോൾ എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ ഉണ്ണി എന്ത് ചെയ്തിട്ടുണ്ട്, ദുർഗേൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളൊരു അമ്മയാവുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, എന്നെ എന്തായാലും കരുണ അങ്ങ് ഉപേക്ഷിക്കും. അല്ലെങ്കിൽ അവൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ഒന്നിനും കഴിയാത്തൊരു മനുഷ്യനാണ്, എന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നൊക്കെ ഒരു ചിന്ത തന്നെയാണല്ലോ. ഇനിയിപ്പോൾ നിങ്ങളൊരു അമ്മയും കൂടി ആയിക്കഴിഞ്ഞാൽ എന്നെയും കരുണയുടെ ജീവിതം എന്തായാലും ഒരിക്കലും മുന്നോട്ടേക്ക് പോവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിന്റെ കരുണ നിന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തല്ല, ഞാനൊരിക്കലും എന്ത് ചെയ്തിട്ടില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനോ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ എങ്ങനെയെങ്കിലും എന്നെയും കണ്ണേട്ടനെ ഇല്ലാതാക്കണം, എന്നെയും കണ്ണേട്ടൻ്റെ സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് ഏറ്റെടുക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രം ജീവിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. അതേ സ്ഥാനത്ത് നീ എന്ത് ചെയ്തോ, അവളെ നല്ലോണം സ്നേഹിച്ച്, അവൾ നിന്നെ നല്ലോണം സ്നേഹിച്ച് ഒരു ജോലിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ഒരു കുടുംബ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, കരുണനെ ഇന്നും ഈ വീട്ടിലേക്ക് നിർത്താനായിട്ട് പറ്റുമായിരുന്നു. അവളുടെ പിടിവാശി ചെറുപ്പം മുതൽ ഞാൻ അനുഭവിച്ചതാണ്. അവൾക്ക് എന്തും എന്നെക്കാളും കൂടുതൽ വേണം, ഞാൻ എങ്ങനെയെങ്കിലും ഇല്ലാതാവണം എന്നുള്ള ഒരു ഒറ്റ ചിന്തയിലാണ് അവൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് നഷ്ടങ്ങളും ഒരുപാട് വേദനകളും മാത്രമാണ് എല്ലപ്പം കിട്ടിയിട്ടുള്ളതെന്നൊക്കെ എന്നിട്ട് മഹാലക്ഷ്മി ഇങ്ങനെ നീനോട് പറയുന്നുണ്ട്. എന്നിട്ട് മഹി എന്ത് ചെയ്യുന്നുണ്ട്, ദുർഗേനോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, എനിക്ക് എന്തെങ്കിലും സന്തോഷ വാർത്ത ഉണ്ടോ എന്ന് നോക്കാനോ നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല ഈ വീട് ഇപ്പോൾ കണ്ണേടൻ്റെ മാത്രമല്ല ഈ വീട് എൻ്റെയും കൂടെ പേരിലാണുള്ളത്. അതുകൊണ്ട് എനിക്കിഷ്ടമുള്ള ആൾക്കാർ ഇവിടെ വരും, എന്നെ കാണാനായിട്ട് വരും. ചിലപ്പോൾ അവരെന്തെങ്കിലും പലഹാരങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരുമിച്ച് എവിടെയെങ്കിലും പോകും. ആ കാര്യങ്ങളൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല, എന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ദുർഗേനോട് പറയുന്നുണ്ട്. ദുർഗയാണെങ്കിൽ ഇത് കേട്ട് പ്രത്യേകിച്ചൊന്നും തിരിച്ച് പറയുന്നില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്ത് ചെയ്യാൻ നല്ല രീതിയിൽ ദുർഗയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ദുർഗ എന്തിട്ട് നമ്മുടെ മേഘാതനെയും പ്രതാപനെയും എല്ലാവരെയും വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വാമദേവനോടൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും എന്തോ ഒരു കാര്യമുണ്ട്, എന്തായാലും മഹി ഒരു അമ്മയാവാൻ പോകുന്ന കാര്യം തന്നെയായിരിക്കും. എന്തായാലും എനിക്ക് നല്ല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. അവളുടെ അമ്മയൊക്കെ വന്നിരുന്നിട്ട് ഒരുപാട് മധുര പലഹാരങ്ങൾ അവൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും ഭയങ്കര സ്നേഹമാണ് പരസ്പരം. അവളെ ഊട്ടിക്കൊടുക്കുന്നുണ്ട്, അവൾക്ക് വാരി കൊടുക്കുന്നുണ്ട്, അവളെ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്തോ ഒരു സംശയം തന്നെ എനിക്ക് നല്ല രീതിയിലുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ ഒരു കാര്യം കേട്ട ഉടനെ തന്നെ ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇനി ആ കാര്യം എങ്ങനെ സത്യമായിരിക്കും എന്നറിയാനായിട്ട് ഇവരൊരാൾ എന്ത് ഇറക്കുന്നുണ്ട്. അങ്ങനെ കമലേശ്വരത്തെത്തിയിട്ടുള്ള ഭാർഗവി അമ്മയാണെങ്കിൽ നേരെ തുർക്കിൻ്റെ അടുത്തേക്ക് പോയിട്ട് നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഒരൊറ്റ നോട്ടത്തിൽ എന്താ മതി, ഒരാളെ കണ്ടാൽ മതി, അവരമ്മയാണോ ഇനിയിപ്പോൾ അമ്മയാവാൻ പോകുന്ന ഒരാളാണോ എന്നൊക്കെ എനിക്ക് എന്തായാലും മനസ്സിലാവും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, ഞാനെന്ത് ചെയ്യാം, മഹാലക്ഷ്മിനെയും കൂടി കണ്ടിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞു തരാം. അഥവാ അവൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള എല്ലാ വഴികളും എന്ത് ചെയ്തിട്ട് എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും ആലോചിച്ചാൽ ഭയപ്പെടേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദുർഗയെ നല്ല രീതിയിൽ സമാധാനിപ്പിക്കുന്നുണ്ട്. ദുർഗയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പം ഭാർഗവി അമ്മ പറഞ്ഞതുപോലെ ഇവൾ പ്രഗ്നൻ്റ് ആണെങ്കിലും അതില്ലാതാക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി എന്ത് ചെയ്യും ഭാർഗവി അമ്മ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ള കാര്യത്തിൽ ദുർഗ നല്ല സന്തോഷത്തിലാണുള്ളത്. അഥവാ ഇനിയിപ്പോൾ അവൾ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇവർ വിചാരിക്കുന്ന പോലെ തന്നെ നടന്നിട്ടുണ്ടല്ലോ എന്നൊരു സമാധാനം എന്ത് ചെയ്തിട്ടുണ്ട് ഇവർക്ക് നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഭാർഗവി അമ്മയുടെ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും നമുക്ക് വരും എപ്പിസോഡിൽ കണ്ടറിയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊമോ റിവ്യൂവിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.